ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കടലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്ന കുടുംബങ്ങൾക്ക് വറുതിയുടെ കാലം. ജൂലൈ അവസാനം വരെ തുടരുന്ന ട്രോളിംഗ് നിരോധനത്തിനൊടുവിൽ തീരം വിട്ട് കടലിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് ബോട്ടുകൾ. ഈ വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. പനിച്ചികിത്സ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ്. പനിച്ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കണമെന്നും ആവശ്യം. കടലോരത്തിന് വറുതിയുടെ കാലം. ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ തുടരും. കൊയിലാണ്ടിയിൽ ബാങ്കുകളിൽ നിന്നും പണം തട്ടുന്നയാൾ പിടിയിൽ. മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ സുധാകരനാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. യന്ത്രവൽകൃത സംസ്കാരം നിലവിലുള്ള തൊഴിലിനെ അപഹരിക്കുന്നുവെന്നും അതിനാൽ ചുമട്ടുതൊഴിലാളികൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സ്കറിയ തോമസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ചുമട്ടുതൊഴിലാളികൾ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുമട്ടുതൊഴിലാളി നിയമവും ചട്ടവും കാലോചിതമായി പരിഷ്കരിക്കുക, സംസ്ഥാനത്തുടനീളം ചുമട്ടുതൊഴിലാളികളുടെ കൂലി ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടുതൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംസ്ഥാന സെക്രട്ടറി സ്കറിയ തോമസ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി ദുസ്വാധീനങ്ങൾക്ക് വിധേയമായി നിയമപ്രകാരം തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത കാർഡുകൾ റദ്ദു ചെയ്യണമെന്നും ചുമട്ടുതൊഴിലാളികളുടെ ക്ഷേമ ബോർഡ് തൊഴിലാളികൾക്ക് കാർഡ് കൊടുക്കുന്ന കൃത്യമായ സംവിധാനമുണ്ടാക്കിയാൽ ഒരു പരിധിവരെ തൊഴിലാളികളെ സംരക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധമായ നടപടികൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് നിയമാനുസരണം സംഘടനാ തീരുമാനങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ മാന്യമായി താങ്കളുടെ അധ്വാനം വിറ്റ് ഉപജീവനം നടത്തുന്ന യഥാർത്ഥ ചുമട്ടുതൊഴിലാളികളാണ് എന്ന വസ്തുത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ സമൂഹം കാണുന്നത്, മാധ്യമങ്ങൾ കാണുന്നത് ചുമട്ടുതൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത് CITU-കാരാണെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായി ഈ മുദ്രാവാക്യം വെക്കുന്നത്. അനധികൃതമായി, അവിഹിതമായി, ദുസ്വാധീനങ്ങൾക്ക് വിധേയമായി നിയമത്തിലെ ചട്ടം 26A വകുപ്പ് പ്രകാരം വിതരണം ചെയ്ത 3,87,716 കാർഡുകളും റദ്ദു ചെയ്യണം. ആശങ്കപ്പെടേണ്ട, യഥാർത്ഥ തൊഴിലാളി ആശങ്കപ്പെടേണ്ടതില്ല. ജില്ലാ പ്രസിഡന്റ് M. ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കാനങ്ങോട്ട് ഹരിദാസൻ നേതൃത്വം നൽകി. കേരള തീരക്കടലിൽ ജൂൺ 15 മുതൽ നടപ്പിലാക്കിയ ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം. നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിൽ ആരംഭിച്ച ട്രോളിംഗ് നിരോധനം 15 ദിവസം പിന്നിടുന്നു. ജൂലൈ 31 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളോ ഔട്ട്ബോർഡ് ഇൻബോർഡ് ഘടിപ്പിച്ച യാനങ്ങളോ സംസ്ഥാനത്തെ തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ പാടുള്ളതല്ല. 1.5 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം നഗരത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഈ നിരോധനം വന്നിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യം ഇപ്പോൾ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഈ ബോട്ട് നിരോധനം വന്നിട്ടും നിരോധനം ബാധകമല്ലാത്ത പരമ്പരാഗത ഇൻബോർഡ് ഔട്ട്ബോർഡ് എഞ്ചിൻ വള്ളക്കാരുടെ സുരക്ഷയ്ക്ക് വിപുലമായ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയാൽ കേരള മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ബോട്ടുകൾ പിടിച്ചെടുത്ത് കണ്ടുകെട്ടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് മാത്രമേ പരമ്പരാഗത തൊഴിലാളികൾ മീൻപിടുത്തത്തിന് പോകാൻ പാടുള്ളൂവെന്നും യാനങ്ങളിൽ മതിയായ സുരക്ഷാ ഉപകരണങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും കരുതണമെന്നും ഫിഷറീസ് അധികൃതരും അറിയിച്ചു. പനി ചികിത്സ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ്. അടുത്ത 2 മാസത്തേക്കെങ്കിലും പനി ചികിത്സ സമ്പൂർണ്ണമായി സൗജന്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും T. സിദ്ദിഖ് കോഴിക്കോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വകാര്യ ആശുപത്രികൾ ഈ സമയം പരമാവധി ആളുകളെ സാമ്പത്തികമായി ഊറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കൺസൾട്ടേഷൻ ഫീസ് സ്വകാര്യ ആശുപത്രികൾ വാങ്ങുന്നത് 250 രൂപ മുതൽ 500 രൂപ വരെയാണ് ഒരു ഡോക്ടറെ കാണിക്കാൻ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങുന്നത്. അതുമാത്രമല്ല, ഡെങ്കിപ്പനി തുടക്കത്തിൽ കണ്ടെത്താനുള്ള NS1 ടെസ്റ്റിന് പബ്ലിക് ഹെൽത്ത് ലാബുകളിൽ കേവലം 100 രൂപ മാത്രമുള്ളപ്പോൾ സ്വകാര്യ ലാബുകളിൽ അതിന് വാങ്ങുന്നത് 800ഓളം രൂപയാണ്. ബാങ്കുകളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ ആൾ കൊയിലാണ്ടി പോലീസ് പിടിയിലായി. പാലക്കാട് സ്വദേശി സുധാകരനാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ബാങ്കുകളിൽ മുക്കുപണ്ടം പണയം വെപ്പിക്കുന്ന സംഘത്തിലെ വിരുദ്ധൻ കൊയിലാണ്ടി പോലീസിന്റെ പിടിയിലായി. പാലക്കാട് കണ്ണാടിപ്പൊക്കത്ത് വീട്ടിൽ സുധാകരനെയാണ് പോലീസ് പിടികൂടിയത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്തു. മൂടാടി സഹകരണ ബാങ്കിൽ ഒരു സ്ത്രീ മുക്കുപണ്ടം പണയം വെച്ചത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ വശീകരിച്ച് വലയിലാക്കിയ ശേഷം അവരെ കൊണ്ട് ബാങ്കുകളിൽ മുക്കുപണ്ടം പണയം വെപ്പിക്കുകയാണ് ഇയാളുടെ രീതി. സ്ത്രീകൾക്ക് തക്കതായ പ്രതിഫലവും ഇതിനായി നൽകും. സംഘത്തിലെ പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇയാളെ മലപ്പുറം ചെമ്മാട് വെച്ചാണ് പിടികൂടിയത്. ഇത്തരത്തിൽ നിരവധി ബാങ്കുകളിൽ ഇയാൾ മുക്കുപണ്ടം സ്ത്രീകളെ കൊണ്ട് പണയം വെപ്പിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചതായും പോലീസ് പറഞ്ഞു. കൊയിലാണ്ടി SI CK രാജേഷ്, അഡീഷണൽ SI VM മോഹൻദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KP ഗിരീഷ്, CPO CK ചന്ദ്രൻ, E ഗണേശ് എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത്. വാഹന മോഷണ കേസുകളിലും മറ്റ് നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കി. കേരള ഹോംഗാർഡ് വെൽഫെയർ അസോസിയേഷനിൽ അംഗമായിരിക്കെ മരണപ്പെട്ട UV വിശ്വനാഥന്റെ കുടുംബത്തിന് അസോസിയേഷൻ ധനസഹായം നൽകി. ഡെപ്യൂട്ടി കമ്മീഷണർ ജയദേവ് ജി കുടുംബത്തിന് സഹായനിധി കൈമാറി. കേരള ഹോംഗാർഡ് വെൽഫെയർ അസോസിയേഷൻ ജില്ലയിലെ അംഗമായിരിക്കെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യവേ മരണപ്പെട്ട UV വിശ്വനാഥന്റെ കുടുംബത്തിന് അസോസിയേഷൻ ധനസഹായം നൽകി. ജില്ലയിലെ സേനാംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായനിധിയാണ് കുടുംബത്തിന് നൽകിയത്. സൈനികക്ഷേമ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ജയദേവ് ജി സഹായനിധി കുടുംബത്തിന് നൽകി. ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം ഹെൽത്തും സ്വന്തം ആരോഗ്യവും നോക്കുന്നത് വളരെയധികം ഒരു അത്യാവശ്യമായ കാര്യമാണ്. സ്വന്തം ആരോഗ്യം നോക്കാതെ അല്ലെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുക തന്നെ വേണം. ഈ ഒരു കൂട്ടായ്മ ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞത്. ഒരു അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരിക്കലും അത് നികത്താൻ പറ്റുന്നതല്ല. പക്ഷേ അണ്ണാർപ്പിൽ നിന്നും തണ്ണാലായെന്ന് പറയുന്ന പോലെ ഒരു കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ സ്വരൂപിച്ച ഈ ഒരു ധനസഹായം കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് അവർക്കൊരു ചെറിയൊരു സഹായം, ഒരു ആശ്വാസം തന്നെയായിരിക്കും. അത് വിശ്വനാഥൻ്റെ ഒരു നികത്താൻ പറ്റുന്നില്ലെങ്കിലും അതിനെന്തായാലും അവരുടെ കുടുംബത്തിന് ഒക്കെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ അത് എന്തായാലും ഉപയോഗപ്പെടുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. തുടർന്ന് ഡ്യൂട്ടിക്കിടയിൽ പരിക്കേറ്റ ഹോംഗാർഡ് അംഗങ്ങൾക്ക് ധനസഹായവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡും നൽകി. അടുത്തത് 244 അജിത് കുമാർ.
അടുത്തത് 498 ധനേഷ്, അടുത്തത് 394 സുധാകരനാണ്, അടുത്തത് D38 ജയപ്രകാശ്. ജില്ലാ ഫയർഫോഴ്സ് മേധാവി അരുൺ ഭാസ്കർ, മനോജ് PM, ഷിബു V, പവിത്രൻ TN, ബാബുരാജ് KP, R ബാലകൃഷ്ണൻ, ഷിജിൽ കുമാർ A, GS ശ്രീജീഷ്, ഷിബു EK, വിജയരാഘവൻ M, മിത്രൻ TM തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Jemanur International Jewelers. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. And we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. Hey, we already have a plan. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഖുർആൻ പഠനം എളുപ്പമാക്കാൻ മീം പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന അൽ ഖുർആൻ മലയാളം മൊബൈൽ ഇന്റർനെറ്റ് വേർഷൻ പുറത്തിറങ്ങുന്നു. ഔദ്യോഗിക റിലീസ് ഡോക്ടർ ഗർഫാർ P. മുഹമ്മദ് അലി ജൂലൈ 2 ഹോട്ടൽ ഹൈസണിൽ വെച്ച് നിർവഹിക്കും. കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും ഖുർആൻ പഠന ക്ലാസുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിന്റെ ഫോൺ പതിപ്പിറക്കാൻ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് അൽ ഖുർആൻ മലയാളം എന്ന മൊബൈൽ വേർഷനും അൽ ഖുർആൻ മലയാളം .net എന്ന ഇന്റർനെറ്റ് വേർഷനും തയ്യാറാക്കിയിരിക്കുകയാണ്. ഏത് സ്ഥലത്ത് വെച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമെന്നതാണ് അതിന്റെ പ്രാധാന്യം. ഓരോ മലയാളിയുടെയും കയ്യിൽ ഇത് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. കോഴിക്കോട് പ്രവർത്തിക്കുന്ന മീം പബ്ലിക്കേഷനാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഔദ്യോഗിക റിലീസ് ഡോക്ടർ ഗർഫാർ P. മുഹമ്മദ് അലി ജൂലൈ 2 4:30 കോഴിക്കോട് ഹോട്ടൽ ഐസണിൽ വെച്ച് നിർവഹിക്കും. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ K. മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും. മതവികാരം ഇളക്കിവിട്ട് അധികാരം നിലനിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗോവിന്ദപുരം KK രാമൻ സ്മാരക മന്ദിരത്തിൽ GP ദാമോദരൻ CK ശ്രീധരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോവിന്ദപുരം KK രാമൻ സ്മാരക മന്ദിരത്തിൽ GP ദാമോദരൻ CK ശ്രീധരൻ സ്മാരക ഹാളുകൾ ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. മതവികാരം ഇളക്കിവിട്ട് അധികാരം നിലനിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മുൻപ് ശ്രീരാമന്റെ പേര് പറഞ്ഞായിരുന്നു BJP ജനങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ പശുവിനെ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യന് വിലയില്ല, പട്ടിക്കും പശുവിനുമൊക്കെയാണ് വില. നല്ല ദിനങ്ങൾ വരുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ BJP ജനങ്ങൾക്ക് ദുരിതമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിൽ BJP സർക്കാർ ദേശവിരുദ്ധ നിലപാടുകൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ CPM-നെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നും കോടിയേരി പറഞ്ഞു. ചേമ്പിൽ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MC അനിൽകുമാർ, CP മുസാഫിർ അഹമ്മദ്, L രമേശൻ,
ടി.പി. ഷെമീന, കെ. ബാബു, പി. ശക്തിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ 64-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. INU-വിലെ പ്രൊഫസർ ഉദയകുമാർ പ്രഭാഷണം നടത്തി. സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കേരളം രൂപീകരിക്കപ്പെട്ടതിന്റെ 60-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു സ്വത്ത് നിർമ്മിതിയും അപനിർമ്മിതിയും എന്ന വിഷയത്തിൽ JNU-വിലെ സെന്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസിലെ പ്രൊഫസർ ഉദയകുമാർ പ്രഭാഷണം നടത്തി. കേരളീയ സമൂഹത്തെ അവനവന്റെ സ്വത്വത്തെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് മോചനം നേടാനും പഠിപ്പിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണ മനുഷ്യർ സ്വത്വത്തെ തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരെ അറിയാനുള്ള ജ്ഞാനവും ഉണ്ടാകണമെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. സ്വത്ത് നിർമ്മാണം എന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുക അഥവാ വേറിട്ട് നിൽക്കുക എന്നത് കൂടിയാണ്. അപ്പോഴും മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനമെന്നും ഗുരു ഉപദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. Seem to have prompted Srinarayana Guru to propose another idea. Now this idea is not directly reflected upon in his writings, but it keeps coming up in Advaita Jeevitham as well as in many other writings. This is the concept which you can call samudaya or community. Now, 19th century, the word samudayam itself is undergoing a transformation, and it begins to stand for various kinds of collectives. The idea of religious communities or caste communities or things of that kind. In Srinarayana Guru's thinking, it appears as a kind of locus of voluntary association and voluntary activity. ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ D.D. നമ്പൂതിരി, അസോസിയേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ആഷ്ലി പോൾ തുടങ്ങിയവരും പ്രസംഗിച്ചു. നട്ടെല്ല് തകർന്ന് കിടപ്പിലായെങ്കിലും മനക്കരുത്തിൽ ജീവിത വിജയം നേടിയ പ്രതിഭയാണ് തോരപ്പ മുസ്തഫ. പരിമിതികൾക്കിടയിലും വിജയം നേടിയ മുസ്തഫയെ ഗ്രീൻ പാലിയേറ്റീവ് ആദരിച്ചു. ചടങ്ങിൽ ഫുട്പാത്ത് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം നജീബ് കുറ്റിപ്പുറം നിർവഹിച്ചു. 23 വർഷം മുൻപ് നടന്ന വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് കിടപ്പിലായെങ്കിലും തളരാത്ത മനസ്സിന്റെ ബലം കൊണ്ട് ജീവിത വിജയം കൊയ്ത തൊരപ്പ മുസ്തഫയ്ക്ക് സ്നേഹാദരവുമായി ഗ്രീൻ പാലിയേറ്റീവ് കൂട്ടായ്മ. സ്വയം ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിൽ സ്വന്തം കാറിനകത്ത് സംവിധാനങ്ങൾ ഒരുക്കുകയും ഈ കാർ ഓടിച്ച് ഡൽഹി വരെ യാത്ര ചെയ്യുകയും രാജ്യത്തെ ഇതേ പ്രതിസന്ധി നേരിടുന്ന 1000-ലേറെ പേർക്ക് സമാനമായ കാറുകൾ ഡിസൈൻ ചെയ്ത് നൽകുകയും ചെയ്തയാളാണ് ഇദ്ദേഹം. 46 ഇനം കാറുകളിൽ ഈ സംവിധാനം ഒരുക്കാൻ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സാമൂഹിക സേവന കൂട്ടായ്മയായ ഗ്രീൻ പാലിയേറ്റീവ് ആദരമൊരുക്കിയത്. വീൽചെയറിൽ കഴിയുന്നതൊന്നും ഒരു പരിമിതിയല്ല, മറിച്ച് ശക്തിയാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് തോരപ്പ മുസ്തഫയെന്ന് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞു. എല്ലാവരുടെയും വലിയ പരിമിതിയെ വലിയ ശക്തിയാക്കി മാറ്റി എന്നുള്ളതാണ്. പരിമിതി എന്ന് പറഞ്ഞ സത്യത്തിൽ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഏത് സംഗതിക്കും ഒരു പരിമിതി, ഒരു ശക്തി ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മത്തിൽ നോക്കണം. ഇപ്പൊ ചിലര് പ്രായമാകുന്നത് പരിമിതിയാണ് പറയും. പ്രായമാകുന്ന പരിമിതിയല്ല, അത് സാധ്യതയാണ്. അവരുടെ അനുഭവങ്ങൾ, ജീവിതം, അത് ജീവിച്ച തീർത്തിട്ട് വലിയ അവബോധങ്ങളൊക്കെ അത് വലിയ സാധ്യതയായിട്ട് അവിടെ കിടക്കുകയാണ്. തന്റെ അറിവ് തന്നിൽ മാത്രം ഒതുങ്ങിക്കൂടരുതെന്നും ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെങ്കിലോ എന്ന ചിന്തയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കാർ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയതെന്നും തോരപ്പ മുസ്തഫ പറഞ്ഞു. വീൽ ചെയറിൽ കഴിയുന്നവരുടെ ജീവിതം പ്രമേയമാക്കി സിനിമാ പ്രവർത്തകനും സംവിധായകനുമായ P. സന്ദീപ് സംവിധാനം ചെയ്ത ഫുട്പാത്ത് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം നജീബ് കുറ്റിപ്പുറം നിർവഹിച്ചു. ഗ്രീൻ പാലിയേറ്റീവ് ചെയർമാൻ ജസ്ഫർ P. കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ P. സന്ദീപ്, മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോൻസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. റഷീദ് തോട്ടത്തിൽ, നജീബ് മൂടാടി, റാഫിയ ഷെറിൻ എന്നിവരും സംസാരിച്ചു. അസോസിയേഷൻ ഫോർ ബ്രോണോക്കോളജിയുമായി സഹകരിച്ച് KMCT മെഡിക്കൽ കോളേജ് ശ്വാസകോശ വിഭാഗം പ്ലൂറോകോൺ 2017 നടത്തും. ജൂലൈ 2-ന് KMCT കോളേജിൽ നടക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിശീലന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ K. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും. ശ്വാസകോശ സംബന്ധമായ രോഗമായ പ്ലൂറയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ശരിയായ നിർണയം നടത്തുന്നതിനും പ്ലൂറയുടെ ഉൾവശം പരിശോധിച്ച് രോഗപ്രതിവിധി അടക്കം നടത്തുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ
ബ്രോണോക്കോളജിയുമായി സഹകരിച്ച് KMCT മെഡിക്കൽ കോളേജ് ശ്വാസകോശ വിഭാഗം പ്ലൂറോകോൺ 2017 നടത്തുന്നത്. രോഗിയെ മയക്കാതെ തന്നെ താക്കോൽദ്വാര രീതിയിൽ ശ്വാസകോശത്തിന്റെ ആവരണം അഥവാ പ്ലൂറ മുഴുവനായി കാണാനും അസുഖമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി രോഗനിർണയം പറ്റുമെങ്കിൽ രോഗപ്രതിവിധിയും കൂടെ നടത്തുന്നതാണ് പ്ലൂറോസ്കോപ്പി. ഈ രോഗത്തെ ഏറ്റവും പ്രഗത്ഭരായ വിദഗ്ധന്മാരാണ് ഈ തുടർ വിദ്യാഭ്യാസ പരിശീലന പരിപാടി നടത്തുന്നത്. KMCT മെഡിക്കൽ കോളേജ് മണാശ്ശേരി ക്യാമ്പസിൽ 2 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പരിപാടി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്ക്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. വാർത്തകൾ തുടരുന്നു. രാജ്യഭാഷയായ ഹിന്ദിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ദൂരദർശൻ ആകാശവാണി ഉദ്യോഗസ്ഥർക്കായി ഏകദിന ഹിന്ദി ശില്പശാല സംഘടിപ്പിച്ചു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീനിവാസൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യഭാഷയായ ഹിന്ദിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ദൂരദർശൻ ആകാശവാണി ഉദ്യോഗസ്ഥർക്കായി ഏകദിന ഹിന്ദി ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് മലബാർ പാലസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദൂരദർശൻ ആകാശവാണി കേന്ദ്രങ്ങളിൽ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് ജോലി ചെയ്യുക അനിവാര്യമാണ്. ഹിന്ദി രാജ്യഭാഷയാണ്. രാഷ്ട്രഭാഷ പോലെ ഒഫീഷ്യൽ ഭാഷ കൈകാര്യം ചെയ്യുന്നതും പ്രയോഗിക്കുന്നതും ശരിയല്ല. ഒഫീഷ്യൽ ഭാഷയായ ഹിന്ദി തനതായ രൂപത്തിൽ പ്രയോഗിച്ചാലേ പൂർണ്ണത കൈവരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ചെന്നൈ 5 അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീനിവാസൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദി ഭാഷയുടെ കൃത്യമായ പ്രയോഗവും ഉപയോഗവും തിരിച്ചറിയാനാണ് ശില്പശാല നടത്തിയതെന്നും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ഭാഷാ പ്രയോഗത്തിൽ പ്രഥമ സ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു. वे वहाँ के भाषा को जो है समझने की कोशिश करें और समझा सकें दूसरे को. वो तभी संभव हो पाएगा जब वो एक लिंक लैंग्वेज, मतलब एक लिंक भाषा आप कह लीजिए, जब तक नहीं होगा तब तक नहीं हो पाएगा. और वो कार्य जो है हिंदी का रहा है. ദൂരദർശൻ ന്യൂഡൽഹി ജോയിന്റ് ഡയറക്ടർ സത്യപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. ആകാശവാണി ദൂരദർശൻ ചെന്നൈ 5 സോൺ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രാജു വർഗീസ്, ഡോക്ടർ S വിജയ എന്നിവരും സംസാരിച്ചു. ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പങ്കെടുത്തു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുതിയ ലൈബ്രറിയും റീഡിംഗ് റൂമും ഒരുങ്ങി. നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ KEN കുഞ്ഞഹമ്മദ് നിർവഹിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നവീകരിച്ച ലൈബ്രറിയും റീഡിംഗ് റൂമും കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. വായന പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ലൈബ്രറിയും റീഡിംഗ് റൂമും ഉദ്ഘാടനം ചെയ്തത്. സാഹിത്യകാരൻ KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ നിരവധി പ്രയാസങ്ങൾക്കിടയിൽ ചെറിയ ചില സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിക്കുന്നവരാണ്. എന്നാൽ ഇതിനേക്കാൾ പ്രയാസമുള്ള എത്രയോ പേർ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇരിക്കാൻ ഇരിപ്പിടം കിട്ടാതെ പുറത്ത് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഇരിപ്പിടം കിട്ടാതെ പുറത്ത് നിൽക്കുന്നവരുടെ കൂടി പ്രതിനിധികളാണ് നമ്മൾ എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് അതിനാണ് ചരിത്രബോധം ആവശ്യം. അതുകൊണ്ടാണ് പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതിന് പകരം പുസ്തകങ്ങൾ സാധ്യമാക്കിയ ആദ്യകാല മനുഷ്യന്റെ പ്രവർത്തനത്തെ നമ്മൾ ഓർമ്മിക്കണം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്.
പ്രിൻസിപ്പൽ PJ ലൂസി അധ്യക്ഷയായിരുന്നു. MV മുഹമ്മദ് ഷിയാസ് ആദ്യ ഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സജീവൻ മാടായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സജയ് രാജ്, അളക എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. ഹെഡ്മിസ്ട്രസ് V. ജീജ, മുരളി ബേപ്പൂർ, മുൻ PTA പ്രസിഡന്റ് കരുവള്ളി ശശി, SDC വർക്കിംഗ് ചെയർമാൻ KV മുസ്തഫ, സ്റ്റാഫ് സെക്രട്ടറി PP രാജേഷ്, HSS സ്റ്റാഫ് സെക്രട്ടറി MB ഗീത, MT വിനിൽകുമാർ, MPTA വൈസ് പ്രസിഡന്റ് P. രജിതകുമാരി, ബിന്ദു ടീച്ചർ, PV പ്രവീൺകുമാർ എന്നിവരും സംസാരിച്ചു. റാം മോഹൻ കമ്മത്ത് അനുസ്മരണം നടന്നു. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻ കോയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിലുള്ള അഭിനന്ദൻ ഈ സംഘടന തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ പിന്തുണയും ഈ സംഘടനയ്ക്കുള്ളതുകൊണ്ട് തന്നെ വളർച്ചയുടെ കാര്യങ്ങൾ പീപ്പിൾസ് ആക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ റാംമോഹൻ കമ്മത്ത് അനുസ്മരണം നടത്തി. ഡോക്ടർ K. മൊയ്തു, യൂനസ് പരപ്പിൽ, MA സത്താർ, E. അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. പാവണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതശൈലി രോഗനിർണയ മൊബൈൽ ക്ലിനിക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജീവിതശൈലി രോഗനിർണയ മൊബൈൽ ക്ലിനിക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം പാവണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇതുവരെയുള്ള നിങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ മാരകമായ കിഡ്നി രോഗബാധകളുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപേക്ഷിച്ച് ജീവാപായം വരുന്നതിന് മുമ്പേ അവർക്ക് ചികിത്സ നൽകി രോഗവിമുക്തി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, സ്നേഹസ്പർശം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റി, ഇക്ര ഹോസ്പിറ്റൽ, മലബാർ ഗോൾഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രോഗനിർണയ ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നത്. കാക്കൂർ പഞ്ചായത്ത് മെമ്പർ T. ജയരാജൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ A. ശ്രീജിത്ത്, പ്രിൻസിപ്പൽ OK. കൃഷ്ണദാസ്, PTA പ്രസിഡന്റ് ഉദയകുമാർ, HSS സ്റ്റാഫ് സെക്രട്ടറി V. മുരളീധരൻ, HS സ്റ്റാഫ് സെക്രട്ടറി ശ്രീലത എന്നിവരും സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനി ചികിത്സ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ്. പനി ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കണമെന്നും ആവശ്യം. കടലോരത്തിന് വറുതിയുടെ കാലം. ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ തുടരും. കൊയിലാണ്ടിയിൽ ബാങ്കുകളിൽ നിന്നും പണം തട്ടുന്നയാൾ പിടിയിൽ. മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ സുധാകരനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.